തങ്ങൾ തങ്ങന്മാർ ഏതൊക്കെ മഹല്ലുകളുടെ അധിപന്മാരാണോ ആ മഹല്ലുകളെയൊക്കെ യോജിപ്പിക്കുക. സത്യത്തില് സുന്നി മഹല്ലുകൾ എവിടെയൊക്കെ ഉണ്ടോ അതിനെയൊക്കെ യോജിപ്പിക്കുന്ന സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥയിലുണ്ട്. സമസ്തയോട് അഫിലിയേറ്റ് ചെയ്ത മഹല്ലുകളും പള്ളികളും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പൊതു ബോഡി ഉണ്ട്. അതിനകത്ത് വിഭജിച്ചുകൊണ്ടാണ് തങ്ങന്മാരുടെ ഒരു നീക്കം, പാണക്കാട് തങ്ങളുടെ ഒരു കളി. ഇപ്പോൾ അതിൻ്റെ കീഴിൽ പുതിയൊരു നീക്കം നടക്കുന്നു. നാളെയോ ഈ ആഴ്ച കടവ് റിസോർട്ട് ആലോചിച്ച് നോക്കൂ. കടവ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മലബാറിലെ എണ്ണപ്പെട്ട നമ്പർ 1 സ്റ്റാർ ഹോട്ടലുകളിൽ ഒന്നാണ്. ആ ചാലിയാറിന്റെ രവി പിള്ളയുടെയാണ്. ആലോചിച്ച് നോക്കൂ. റവീസ് കടവ് എന്നാണ് അതിന്റെ പേര്. അപ്പോ രവി പിള്ളയുടെ സ്റ്റാർ ഹോട്ടലിൽ കേരളത്തിലെ ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ മഹല്ല് കമ്മിറ്റിയുടെ യോഗം ചേരുക. ആരാ വിളിക്കുന്നത്? പാണക്കാട് തങ്ങന്മാര്. എന്തിന്? ഇവര് കാസിമാരായ മഹല്ലുകളിൽ നിന്നൊക്കെ VIPs വരിക, പൗരപ്രമുഖർ വന്നിട്ട് സ്റ്റാർ ഹോട്ടലിൽ യോഗം ചേർന്നിട്ട് പാണക്കാട് കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൗത്യം ഏറ്റെടുക്കുക. അത് കൊള്ളാം. പുതിയ ഞെട്ടിക്കുന്ന നീക്കമാണത്. ഒരിക്കലും ലളിത ജീവിതം ഒന്നാലോചിച്ച് നോക്കൂ. പള്ളികളുടെ എവിടെ യോഗം ചേരും? ഒന്നുകിൽ പള്ളികളിൽ ചേരും, അല്ലെങ്കിൽ സമസ്തയുടെ ഒക്കെ ചെറിയ അല്ലെങ്കിൽ മദ്രസ ഹാളുകളിൽ ചേരും, അല്ലെങ്കിൽ ചെറിയ വാടക കൊടുത്തും കൊടുക്കാതെ നാട്ടിലെ പ്രമാണിമാരുടെയൊക്കെ ചെറിയ ഓഡിറ്റോറിയങ്ങളിൽ. ഇത് രവി പിള്ളയുടെ ഹോട്ടലിലാണ് യോഗം ചേരുന്നത്. തീർച്ചയായിട്ടും ആ യോഗത്തിന്റെ പിന്നിൽ തീർച്ചയായിട്ടും അതിന്റെ മുഖ്യ സംഘാടകൻ കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും എന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പാണക്കാട് രക്ഷാ ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ. എല്ലാവരും വലിയ ജാഗ്രതയോടെ, എല്ലാ മതസംഘടനകളും ജാഗ്രതയോടെ കാണേണ്ടതാണത്. മാത്രമല്ല, മതത്തെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയം അപകടകരമായ വിധാനത്തിലേക്ക് പോകുന്നതിന്റെ ഒരു അടയാളം കൂടിയാണത്. വേറൊരു കാര്യം, തങ്ങൾ കാസിയായിട്ടുള്ള മഹല്ലുകളിൽ പല സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രസിഡന്റ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അതിന്റെയൊക്കെ പ്രസിഡന്റ് ഇദ്ദേഹമാണ്. ഈ സ്ഥാപനങ്ങളിലൊക്കെ വലിയ അഴിമതി നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ്. വലിയ അഴിമതി നടക്കുന്നത്, വലിയ കോഴ. കേരളത്തിൽ ഏറ്റവും കോഴ വാങ്ങുന്ന സ്കൂളുകളൊക്കെ ഈ പരമ്പരയിലുണ്ട്. പാണക്കാട് തങ്ങൾക്ക് തന്നെയും ഒരു സ്കൂളുണ്ട്. വലിയ അഴിമതിയാണ്. ഈ അഴിമതിയെ ജനകീയമാക്കുന്ന ഒരു വലിയ സംഘമായി അതിന്റെ നേതൃത്വത്തിലേക്ക് പാണക്കാട് തങ്ങൾ കുടുംബം വരികയാണ്. അതിനെ രക്ഷിക്കാനുള്ള രക്ഷാദൗത്യവുമായിട്ട് വലിയ സന്നാഹങ്ങൾ നടക്കുക. അതാണ് പറഞ്ഞാൽ ഈ പറയുന്ന തങ്ങളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു അത് മാത്രമാണ്. പക്ഷെ തങ്ങളെ രക്ഷിക്കാനുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല. തങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പലരുടെയും ഉപജീവന മാർഗം അല്ലെങ്കിൽ പലരും ഉണ്ടാക്കി വെച്ച മാഫിയ ലോകം തകർന്നു പോകും. കാരണം തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നക്കാപ്പിച്ച വല്ലതൊക്കെ തങ്ങൾക്ക് കൊണ്ടു കൊടുത്താലും അതിന്റെ മറവിൽ നടക്കുന്ന കോടാനകോടിയുടെ ഇടപാടുകൾ ആണ് തകരാൻ സാധ്യതയുള്ളത്. അത് കാണുന്നുണ്ട് ഈ മാഫിയ ലോകം. അതുകൊണ്ടാണ് രവി പിള്ളയുടെ ഹോട്ടലിൽ തന്നെ ചെന്നിട്ട് പാണക്കാട് തങ്ങളുടെ മഹല്ലുകളെ രക്ഷപ്പെടുത്താനുള്ള വലിയ യോഗം. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ ഗൗരവമായിട്ട് തിരിച്ചറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ മുതലാളിമാരും അവരുടെ സ്റ്റാർ ഹോട്ടലുകളും അവിടുത്തെ സന്നാഹങ്ങളും ഈ പണക്കാരുടെ മൂലധനമൊന്നും അല്ല കമ്മ്യൂണിറ്റി ഒരു കാലത്തും രക്ഷിച്ചത്. പാവങ്ങളായ വിശ്വാസികളുടെ ആത്മാർത്ഥമായ വിശ്വാസവും കൂറും കടപ്പാടും ഒക്കെയാണ്. അവരത് തിരിച്ചറിയുമെന്നാണ് എൻ്റെ വിശ്വാസം.